proving algebraic statements involving n by principle of mathematical induction. The first problem, example 1, page number 89. For all n greater than or equal to 1, prove that 1 square plus 2 square plus 3 square plus 4 square plus etc. plus n square is equal to n into n plus 1 into 2n plus 1 by 6. So, n greater than or equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? n is a natural number ആണ്. Okay? 1 അതിന് മുകളിലേക്കുള്ള natural numbers. Okay? So, for all natural numbers, we have to prove this result is true. Okay? For that, we use principle of mathematical induction. അപ്പോൾ question അകത്ത് use principle of mathematical induction എന്നൊന്നും തന്നിട്ടില്ലെങ്കിൽ you have to specify that. Okay? We prove this by principle of mathematical induction. And in bracket you can write that PMI. Okay. First we take the given statement as P of n. Let P of n be the given statement. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് എടുക്കും. സോ അതൊന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഓഫ് എൻ. ആ സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് എഴുതുകയാണ്. സോ വാട്ട് ഇസ് ദാറ്റ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ is equal to n into n plus 1 into 2n plus 1 by 6 for every n greater than or equal to 1. സോ അത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ അത് തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം, പക്ഷെ തന്നത് എന്താണോ അത് എഴുതിയാൽ മതി. ഓക്കെ, ഫോർ ഓൾ ഫോർ എവറിക്ക് ഈ സിമ്പിൾ യൂസ് ചെയ്യും. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയറിന്റെ മീനിങ് എന്താണ്? ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്നാണ്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നു. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ബേസിക് സ്റ്റെപ്പ്. ബേസിക് സ്റ്റെപ്പിൽ നമ്മൾ എന്നിന് 1 എന്നാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ n ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ യു ഹാവ് ടു പ്രൂവ് LHS ഈക്വൽ ടു RHS. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ടേംസിന്റെ എണ്ണമാണ് n. ഇത് മാത്രം ഫസ്റ്റ് ടേം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഫസ്റ്റ് 2 ടേംസ്. ഇത് 3 എടുത്താൽ ഫസ്റ്റ് 3 ടേംസ്. അങ്ങനെ ഇത് n നമ്പേഴ്സും എടുത്തു കഴിഞ്ഞാലാണ് ഫസ്റ്റ് n ടേംസ് എന്ന് വരുന്നത്. സോ ഇവിടെ ഫോർ n is equal to 1 means the first term എന്നാണ് മീനിങ്. സോ n is equal to 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ആദ്യത്തെ ടേം മാത്രം എടുത്താൽ മതി. അല്ല എങ്കിൽ nth ടേമായ n സ്ക്വയറിൽ n പകരം 1 കൊടുത്താലും മതി. അതിലേത് വേണമെങ്കിലും ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡ് LHS is equal to, ഞാൻ ആ ഫസ്റ്റ് ടേം മാത്രം എടുക്കുകയാണ്. 1 സ്ക്വയർ is equal to 1. അത് n സ്ക്വയർ എന്ന nth ടേം എടുത്ത് 1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ടേം 1 സ്ക്വയർ തന്നെയാണ്. സോ നമുക്ക് 1 വരും. ഓക്കെ, സോ LHS 1 ആണ്. നൗ വി ചെക്ക് RHS. RHS നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കോളൂ, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആണ്. ഇവിടെ n ടേക്സ് ദ വാല്യൂ 1. സോ പുട്ട് 1. ഓക്കെ, സോ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സോ 1 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1, 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 എന്താ 2, 1 ഇൻറ്റു 2 2 into 2 into 1 plus 1, 2 into 1 എന്താ 2, 2 plus 1 എന്താ 3 by 6. 2 into 3 6 ആണ്. സോ 6 by 6 വരും. 6 by 6 എന്താ 1. സോ നമുക്ക് LHS 1 തന്നെ RHS 1 തന്നെ. സോ വി ക്യാൻ റൈറ്റ് LHS ഈക്വൽ ടു RHS. സോ തന്നിരിക്കുന്ന റിസൾട്ട് എന്നിന് 1 എന്ന വാല്യൂ വരുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് P of n is true for
n is equal to 1. Or അതിനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, p of 1 is true. n-ന് പകരം 1 ഡയറക്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതാം, p of 1 is true എന്ന്. So our first step is OR. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ദാറ്റ് സ്റ്റെപ്പ് is called inductive hypothesis. In this step, we assume the given statement is true for n is equal to k. Assume p of n is true for n is equal to k. What is k here? Where k is some natural number. K can be any natural number. Okay? K is some natural number. That is, അപ്പോൾ തന്ന സ്റ്റേറ്റ്മെന്റിൽ n-ന് പകരം k കൊടുത്തിട്ട് എഴുതണം. p of k, p of n ആണ് തന്ന സ്റ്റേറ്റ്മെന്റ്, അവിടെ n-ന് പകരം k കൊടുത്ത p of k എന്ന് കിട്ടും. സോ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ മാറും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n-ന് പകരം k. k സ്ക്വയർ is equal to k into k plus 1 into 2k plus 1 by 6. ഓക്കെ, ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ യൂസ് ചെയ്യേണ്ടതാണ്. സോ വി ടേക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബേസിക് സ്റ്റെപ്പും കഴിഞ്ഞു, ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസും കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്, മെയിൻ സ്റ്റെപ്പാണ്. സോ ഇവിടെ ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബൈ യൂസിങ് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ്, സോ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കും ഈ സ്റ്റെപ്പിൽ. സോ ബൈ യൂസിങ് 1, we shall prove that p of n, the given statement, is true for n is equal to k plus 1. k-യിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. k പ്ലസ് 1-ലും ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഈ ഒരു അസംഷൻ നമ്മൾ ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയാണെന്ന് നമ്മൾ തെളിയിക്കും. ഫോർ n is equal to k plus 1. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്നും കൂടെ എഴുതാം നമുക്ക്. സോ ഞാൻ പറഞ്ഞു, ഇവിടെ n1 വന്നപ്പം n-ന് പകരം 1 എന്ന് കൊടുത്തു, n is equal to k വന്നപ്പം n-ന് പകരം k എന്ന് കൊടുത്തു. സോ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് n-ന് k plus 1 കൊടുത്താൽ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് LHS എന്താണോ വരുന്നത്, RHS എന്താണോ വരുന്നത്, മുൻകൂട്ടി നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് എത്താൻ കഴിയും. ദാറ്റ് ഈസ് we have to prove. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. we have to prove that. സോ n-ന് k plus 1 വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എന്താ വരിക? n-ന് പകരം k plus 1 കൊടുക്കണം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n-ന് പകരം k plus 1. സോ k plus 1 the whole square is equal to ഇവിടെ n. n-ന് പകരം k plus 1 കൊടുക്കണം. സോ k plus 1 into ഇവിടെ k plus 1 n-ന് പകരം കൊടുക്കണം. സോ k plus 1 plus 1. അതെന്താ വരിക? k plus 2 വരും ആണല്ലോ. അടുത്ത നമ്പർ n കഴിഞ്ഞ അടുത്ത നമ്പർ n plus 1. സോ k plus 1 കഴിഞ്ഞ അടുത്ത നമ്പർ എന്താ? k plus 2. ഇനി ഇവിടെ 2 into k plus 1 plus 1 by 6. ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അതായിരിക്കും നല്ലത്. k plus 1 k plus 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്താ വരിക? 2k plus 2 plus 1. അപ്പൊ 2k plus 3 എന്ന് വരും. by 6 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രൂഫിലേക്ക് പോവാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. അപ്പൊ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കും. ഓക്കെ, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ലാസ്റ്റ് ടേം എഴുതുന്നതിന് മുമ്പ് സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടെ എഴുതണം. സോ ഇവിടെ k plus 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും? k സ്ക്വയർ പ്ലസ് ആ ലാസ്റ്റ് ടേം. ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടെ എഴുതുന്നത്. കാരണം എന്താണ്? നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് ഈ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസിലുള്ളത്
1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ മുതൽ കെ സ്ക്വയർ വരെയാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ലാസ്റ്റ് ടേം എഴുതിയാൽ നമുക്ക് ആ കെ സ്ക്വയർ കിട്ടും. അപ്പൊ ഈ റിസൾട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇവിടെ 1 സ്ക്വയർ മുതൽ കെ സ്ക്വയർ വരെയുള്ളതിന്റെ സമ്മ് നമ്മൾ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസിൽ ട്രൂ ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ അത്? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 എന്ന്. സോ ഇത്രയും ടേംസിന്റെ സമ്മ് നമുക്ക് അങ്ങനെ എഴുതാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6. ഓക്കെ, പ്ലസ് നമുക്കിവിടെ ലാസ്റ്റ് ടേം കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് ആ റിസൾട്ടിന്റെ ലെഫ്റ്റ് സൈഡ് എഴുതി. കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ ലാസ്റ്റ് ടേം സെക്കൻഡ് ലാസ്റ്റ് ടേമും കൂടി എഴുതി. സോ ആദ്യത്തെ ടേം മുതൽ സെക്കൻഡ് ലാസ്റ്റ് ടേം വരെയുള്ളതിന്റെ സമ്മ് നമുക്ക് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് നിന്ന് കിട്ടും. അത് എഴുതി വെച്ചു. പ്ലസ് നമ്മൾ ആ ലാസ്റ്റ് ടേം എഴുതി. ഓക്കെ, ഇനി നമുക്കൊരു ഫ്രാക്ഷൻ, ഇത് വേറൊരു നമ്പർ, അതിനെ രണ്ടിനെയും ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആണ് സമ്മിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതും. ഈ ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ. സോ നമുക്ക് 6 ഇൻറ്റു കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് മിക്കവർക്കും പ്രൊസീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓൾറെഡി എഴുതി വെക്കാൻ പറഞ്ഞത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വേണ്ട റിസൾട്ടിൽ കെ പ്ലസ് 1 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയാലും കെ പ്ലസ് 1 ഒരു ടേം ആണ്. ഇതിലെ രണ്ടാമത്തെ ടേമിലും കെ പ്ലസ് 1 ഉണ്ട്. സോ ഇതിൽ രണ്ടിലും കെ പ്ലസ് 1 കോമൺ ആണ്. ഓക്കെ, ഇതൊരു ടേം ആണ്. പ്ലസ് ഓർ മൈനസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്തതിനെയാണ് ഓരോന്നിനും ടേംസ് ആയിട്ട് പറയും. സോ ഇത് ഇത്രയും ഒരു ടേം ആണ്, ഇത് രണ്ടാമത്തെ ടേം ആണ്. സോ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് കെ പ്ലസ് 1 ഉണ്ട്. സോ ആ കെ പ്ലസ് 1നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, കെ പ്ലസ് 1നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഫസ്റ്റ് ടേമിൽ ഉള്ളത്? കെ ഉണ്ട്. കെ പ്ലസ് 1 നമ്മൾ ഓൾറെഡി ഔട്ട് സൈഡ് എടുത്തു. ബാക്കി 2k പ്ലസ് 1. സോ 2k പ്ലസ് 1നെ ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നു. പ്ലസ് ഇവിടെ 6 ഉണ്ട്. കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു കെ പ്ലസ് 1 ആണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. ബാക്കി ഒരു കെ പ്ലസ് 1 അവിടെ ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 6. എനിക്കിവിടെ കെ പ്ലസ് 1 കിട്ടി. ഇനി ഇത് രണ്ടും കിട്ടണം, അത്രയേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെ പ്ലസ് 1 അങ്ങനെ തന്നെ നിർത്തുന്നു. ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. കെ ഇൻറ്റു 2k 2k സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു 1k plus 6 into k 6k plus 6 into 1 6. Okay, divided by 6. So that is equal to k plus 1 into 2k square plus 7k plus 6 by 6. Okay, അപ്പോൾ ഇവിടെ നോക്ക്, ഇതിനെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ k plus 2 into 2k plus 3 എന്ന് എഴുതാൻ പറ്റുമോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. 2k into k 2k സ്ക്വയർ. കെയുടെ ടേംസ് നോക്കൂ. k into 3 3k plus 2 into 2k 4k. 3k plus 4k 7k ആണ്. ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേംസ് 2 into 3 6 ആണ്. സോ നമുക്ക് അതിന് പകരം എന്തെഴുതാം? k plus 1 into this can be splitted. This can be written as the product of k plus 2 and 2k plus 3 by 6. അതാണ് RHS. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ റൈറ്റ് സൈഡ് എത്തി. Thus P of n is true for n is equal to k plus 1. Hence by PMI. കാരണം PMI എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. Hence by PMI the given statement for P of n ഡയറക്റ്റ് എഴുതിയാൽ മതി. P of n is true. ക്വസ്റ്റിനകത്ത് തന്ന പോലെ തന്നെ എഴുതാം. For all n greater than or equal to 1. സോ ഇത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഈ പ്രോബ്ലം
ഒരു 2-3 തവണ പ്രാക്ടീസ് ചെയ്യുക. ആ ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് മാത്രമായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അതുവരെയുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ കാര്യം മനസ്സിലാക്കുക, എന്താണ് ഇവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കി ഇൻഡക്റ്റീവ് സ്റ്റെപ്പ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ പാർട്ട് ബൈ പാർട്ടായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബേസിക് സ്റ്റെപ്പ് ഫസ്റ്റ് പാർട്ട് ചോദിക്കും. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഇൻഡക്റ്റീവ് സ്റ്റെപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. ഇതൊരു 6 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിന് വരിക.